So everyone, today we are going to discuss our model question paper of Readings on Kerala സെക്കൻഡ് സെമസ്റ്റർ കോമൺ കോഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 16 to 23 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 35 മാർക്സ് ആണ് ഇതിൽ ടോട്ടൽ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 16th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് വില്യം ലോഗൻസ് നറേഷൻ ഓഫ് മലബാർ അറ്റ് ദ ടൈം ഓഫ് വാസ്കോഡ ഗാമാസ് അറൈവൽ റിവീൽ അബൌട്ട് ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ റീജിയൻ? നമുക്കറിയാം മലബാറിലോട്ട് വാസ്കോഡ ഗാമ വരുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ ആ സമയത്തുള്ള എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ, സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള മലബാറിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ യുവർ ആൻസർ. ഇറ്റ്സ് ഓൺലി എൻ എക്സാമ്പിൾ, നോട്ട് എൻ എക്സാക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ കൺക്ലൂഷനൊക്കെ എപ്പോഴും അവൻ്റേതായിട്ടുള്ള തന്നെ കൊടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, Early History of Malabar, the Portuguese period, is an essay written by William Logan, taken from his famous book Malabar Manual. അപ്പോൾ ഇതൊക്കെ നോർമലി നമുക്ക് എസ്സേൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുവെച്ചെങ്കിൽ എന്തായാലും നിങ്ങളിത് കൊടുക്കണം. It describes the struggling and heroic journey of Vasco da Gama and his friends to India, which was started from Lisbon, capital of Portuguese. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗീസിൽ നിന്ന് അദ്ദേഹം യാത്ര തുടങ്ങി ഇന്ത്യയിലോട്ട് എത്തുന്നതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഇതിൽ സംസാരിക്കുന്നത്. വാസ്കോ ഡ ഗാമ ലാൻഡഡ് ഇൻ കോഴിക്കോട് ഇൻ 1498 വിത്ത് എ നെയിം ഓഫ് ട്രേഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 1498 അദ്ദേഹം കാലിക്കറ്റ് എത്തുന്നത്. When he arrived at Calicut, the South Indians were already engaged in trade with Arabs. Already നമുക്കറിയാം ട്രേഡ് റിലേഷൻസ് നമുക്ക് അറബുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. The arrival of this Portuguese expedition aroused the greatest jealousy in Musar Mohammedans, who had the Red Sea and Persian Gulf trade with Europe in their hands. And they immediately began to interview with the authorities for the destruction of the expedition. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അറബികളുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുതിയൊരു സംഘം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അറബികൾക്ക് അസൂയ വന്നു. അവർ അതോറിറ്റികളുമായിട്ട് ഗൂഢാലോചന നടത്തി ഇവരെ പുറത്താക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരുന്നു. The foreigners had already realized India as a gem with huge resources and wealth. അപ്പോൾ ഫോറിനേഴ്സ് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യ ഒരു നല്ലൊരു സോഴ്സസ് ആണ്, ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും. മലബാർ ആൾസോ ഹാഡ് റിസോഴ്സസ് ആൻഡ് ദേ സോൾഡ് ദെയർസ് വിത്ത് ഫോറിനേഴ്സ് ഇൻക്ലൂഡിങ് അറബ്സ്. അപ്പോൾ മലബാർ റീജിയണിൽ വന്നത് കാലത്ത് അത്യാവശ്യം റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു വിൽക്കാനായിട്ട്. അപ്പോൾ അറബികളുമായിട്ടൊക്കെ അവർ കച്ചവടം നടത്തി. ദ അറബ്സ് കൺസ്പയർഡ് വിത്ത് ദ അതോറിറ്റീസ് ഓഫ് ദ ജാമൂരിൻ ടു ഔട്ട് ദ ഫോറിനേഴ്സ്, എസ്പെഷ്യലി ദ ന്യൂ പോർച്ചുഗീസ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ജാമൂരിക്ക് മെയിനായിട്ട് 3 അതോറിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഗൂഢാലോചന നടത്തി ഇവരെ പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. When Gama sent his messenger to Zamurin asking him to sanction trade, the authorities tried his temper by making him wait. അപ്പോൾ ദയവ് ചെയ്ത് സാങ്ഷൻ ഒന്ന് നൽകണം കച്ചവടത്തിനെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സഞ്ചർ അയച്ചു ഗാമ. ആ സമയത്തൊക്കെ അയാളെ ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരുന്നു നമ്മുടെ അതോറിറ്റീസ്, എങ്ങനെയെങ്കിലും കുറച്ച് വൈകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഹി എക്സസൈസ്ഡ് കേട്ടോ പേഷ്യൻസ് ആൻഡ് അറ്റ് ലാസ്റ്റ് ദ കിങ് ഗേവ് ഹിസ് സാങ്ഷൻ റിട്ടേൺ ഓൺ എ പാം ലീഫ് ഫോർ ഓപ്പണിംഗ് ട്രേഡ്. അങ്ങനെ അവസാനം ഒരുപാട് ഡിലേക്കൊക്കെ ശേഷം നമ്മുടെ കിങ് എന്ത് ചെയ്തു, തുടങ്ങാനുള്ള സാങ്ഷൻ കൊടുത്തു. ഗാമ പ്രിപ്പയർഡ് ലാർജ് നമ്പർ ഓഫ് പ്രസൻസ് ആൻഡ് ഗിഫ്റ്റ്സ് വെൻ ഹി വെൻറ്റ് ഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ജാമൂദിൻ. അപ്പോൾ ജാമൂദിനുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിങ്ങിനെ കുറിച്ചും അതിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. All these points towards the well-established economic conditions and political authority of Zamurin in Malabar region during that period. അപ്പോൾ അത് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺക്ലൂഷനിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ചില സമയത്തെങ്കിലും സെൻറ്റൻസ് തുടങ്ങുമ്പോൾ വന്നിട്ടില്ല, സോറി ഫോർ ദാറ്റ്. സോ ഇതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാട്രിലിനിയൽ ആൻഡ് മാട്രിലിനിയൽ ട്രഡീഷൻസ് ഒബ്സർവ്ഡ് ബൈ കേരളാസ് ആദിവാസി കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമ്മുടെ ട്രൈബൽസിൻ്റെ ഇടയിൽ 2 രീതിയിലുള്ള പിന്തുടർച്ചാ അവകാശം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ട്രൈബൽസ് ഓഫ് കേരള ഈസ് എൻ എസ്സേ റിട്ടൺ ബൈ S. അച്യുത വാര്യർ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹിസ് ബുക്ക് കേരള സംസ്കാരം. അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് കേരള സംസ്കാരം. അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ദ എസ്സേ പ്രൊവൈഡ്സ് ആൻ ഓവർവ്യൂ ഓഫ് ദ ട്രൈബൽ ലൈഫ് ആൻഡ് കൾച്ചർ ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ കേരളത്തിലെ തന്നെ ആദിവാസികളുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എസ്സേ സംസാരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സോഴ്സ്, ട്രൈബൽസ് ഇൻ കേരള ലിവ് ഇൻ കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഈസ് ജോയിൻ ടുഗെദർ ടു ഫോം ഗണം ഓർ ക്ലസ്റ്റർ.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ താമസിക്കുന്നത്. അതിന് ആദ്യത്തെ ഗ്രൂപ്പ് കുറച്ച് ആളുകൾ കൂടി ചെന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി, അതല്ലെങ്കിൽ ഗോത്രം എന്ന് പറയുന്നത്. ഈ ഗോത്രങ്ങൾ കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഗണം അല്ലെങ്കിൽ ക്ലസ്റ്റർ ഉണ്ടാകുന്നത്. ബ്ലഡ് റിലേഷൻസ് ഡിറ്റർമൈൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദ ക്ലസ്റ്റർ വിച്ച് ഇൻ ടേൺ വർ ബേസ്ഡ് ഓൺ ഡെസെൻറ്റ്. ബ്ലഡ് റിലേഷൻസിന് അവരുടെ ഇതിൽ ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസെൻ്റ് ഒക്കെ കടന്നിരുന്നത്. ഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ പിന്തുടർച്ചാവകാശം. There were 2 types of descent. 2 രീതിയിലുള്ളതുണ്ടായിരുന്നു, patrilineal and matrilineal. Either of these was followed by the tribal clusters. അപ്പോൾ ട്രൈബൽസ് ഒക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ട് വന്നിരുന്നു. ആസ് വുമൻ ലാർജ്ലി റിസോർട്ടഡ് ടു അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ലേബർ ഇൻ ദോസ് ഡേയ്സ് ട്രൈബ്സ് വിച്ച് വേർ ഇൻ ടു ഫാമിംഗ് ഫോളോഡ് മാട്രിലിനിയൽ ട്രഡീഷൻ. അപ്പോൾ ചില കമ്മ്യൂണിറ്റികൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷിയിലൊക്കെ കൂടുതലായിട്ടും സ്ത്രീകളായിരുന്നു മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വന്ന സമൂഹങ്ങളെല്ലാം മാട്രിലിനിയൽ സിസ്റ്റം ഓഫ് ഡിസെൻസ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതേസമയം കാറ്റിൽ ഗ്രോവിംഗ് കമ്മ്യൂണിറ്റീസ് ഫോളോ ടു പാട്രിലിനിയൽ റൂട്ട്സ് ആസ് എ ജോബ് വാസ് മെയിൻലി ഡൺ ബൈ മെൻ. അപ്പോൾ അതേസമയം ഈ കന്നുകാലി വളർത്തുന്ന സമൂഹങ്ങളൊക്കെ പിന്തുടർച്ചാവകാശമായിട്ട് സ്വീകരിച്ചിരുന്നത് പാട്രിലിനിയൽ സിസ്റ്റം ആയിരുന്നു. കാരണം അതിൽ ഇമ്പോർട്ടൻസ് മെന്നിനായിരുന്നു ഉണ്ടായിരുന്നത്. മാട്രിലിനിയൽ ട്രഡീഷൻ വാസ് പ്രിവാലൻ്റ് എമംഗ് കേരള ട്രൈബ്സ് സ്റ്റിൽ വെരി റീസെൻ്റ്ലി. അപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം തന്നെ ആയിരുന്നു അത്. നമുക്കറിയാം നമ്മളെ ട്രൈബൽസിൻ്റെ പുറത്താണെങ്കിലും നായർ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലോ നിലനിന്നിരുന്ന സിസ്റ്റം തന്നെയാണിത്. ഇൻ ദ മാട്രിലിനി ദർ എക്സിസ്റ്റഡ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് ദ സൺ ഓഫ് ഹിസ് സിസ്റ്റർ. ഒരാളും അയാളുടെ സഹോദരിയുടെ മകനുമായിട്ടാണ് ഭയങ്കര റിലേഷൻ ഉണ്ടായിരുന്നത്. ഫാദർ ഹാഡ് നോ നാട്ടോ ഇല്ല അവിടെ. ഫാദർ ഹാഡ് നോ ഓർ വെരി ലിറ്റിൽ അതോറിറ്റി ഓവർ ഹിസ് ഓഫ് സ്പ്രിങ്. സ്വന്തം മക്കളുടെ മേലിലൊന്നും ഒരു പക്ഷേ ഫാദറിന് നല്ല അധികാരമൊന്നും ഉണ്ടാവില്ല. അതേസമയം സഹോദരിയുടെ മക്കളുടെ മേലിലായിരിക്കും നല്ല അവകാശം ഉണ്ടാവുക. പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫേർഡ് ടു ദോസ് ഹു ഹാഡ് ദ റൈറ്റ് ടു പെർഫോം ദ ആഫ്റ്റർ ഡെത്ത് റിച്വൽസ് ഓഫ് ദ എൽഡർ. ആരാണോ അവസാന ക്രിയകളൊക്കെ ചെയ്യുന്നത് അവരുടെ പേരിലായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത് 18th ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് കുഞ്ചൻ നമ്പ്യാർ എംപ്ലോയ് ഹ്യൂമർ ഇൻ ഘോഷയാത്ര? അപ്പോൾ നമ്മൾ ഘോഷയാത്ര പഠിച്ചിട്ടുണ്ട്. ഘോഷയാത്രയിൽ എങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാർ ഹ്യൂമറിനെ എംപ്ലോയ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഘോഷയാത്ര ഈസ് എ പോയം ബൈ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് തുള്ളൽ ആൻഡ് ഇൻഡിജീനിയസ് ആർട്ട് ഫോം ഓഫ് കേരള. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഹി യൂസ്ഡ് സ്റ്റോറീസ് ടേക്കൺ ഫ്രം ദ പോപ്പുലർ ആൻഡ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ടു റിഡിക്കിൾ ദ ഫോളീസ് ഓഫ് ദ കണ്ടംപററി കേരള സൊസൈറ്റി. എന്തുകൊണ്ടാണ് തുള്ളലിനെ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കറിയാം, തുള്ളലെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹാസ്യരൂപത്തിൽ കാര്യങ്ങൾ സംസാരിക്കുകയും ആളുകളെ രസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഡിജീനിയസ് ആർട്ട് ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും നമ്മുടെ പാഠത്തിൻ്റെ ഓദർ എന്നുള്ള നിലയിലും കുഞ്ചൻ നമ്പ്യാരുടെ കാര്യം പറയണം. ഓക്കെ, അപ്പോൾ അദ്ദേഹം സമകാലീന കേരള സമൂഹത്തിലുണ്ടായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ പോപ്പുലറായിട്ടുള്ള ക്ലാസിക്കലായിട്ടുള്ള സാഹിത്യങ്ങളിൽ നിന്നൊക്കെ കഥകൾ എടുത്തിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഘോഷയാത്ര ടേക്സ് ആൻ ഇവൻറ്റ് ഫ്രം വനപർവം ഓഫ് ദ എപ്പിക് ഓഫ് മഹാഭാരത. അതേപോലുള്ളൊരു സംഭവമാണ് ഘോഷയാത്ര. മഹാഭാരതയിലെ വനപർവം എപ്പിക്കിൽ നിന്നുമാണ് നമ്മുടെ ഘോഷയാത്ര എടുത്തിട്ടുള്ളത്. പാണ്ഡവാസ് ആർ സെൻറ്റ് ഇൻ ടു ആൻ എക്സൈൽ ഓഫ് 14 years ആസ് പെർ എ ബെറ്റ് ഇൻ എ ഗാമ്പിൾ വിച്ച് ദേ ലോസ്റ്റ് ടു കൗരവാസ്. അപ്പോൾ കൗരവരുമായിട്ട് തോറ്റിട്ട് ഒരു ബെറ്റിൽ തോറ്റിട്ട് നമ്മുടെ പാണ്ഡവാസ് 14 കൊല്ലം ഒളിച്ച് താമസിക്കുക, അതല്ലെങ്കിൽ എക്സൈൽ താമസിക്കാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞേക്കാണ്. ദുര്യോധന ദ കൗരവ കിങ് സെൻഡ് എ മെസ്സഞ്ചർ ടു ദ്വൈത വുഡ്സ് വെർ പാണ്ഡവാസ് സ്പെൻഡിങ് ദെയർ ലൈഫ് ഇൻ എക്സൈൽ ടു നോ ദെയർ കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ കൗരവരുടെ കിങ് ആയിട്ടുള്ള ദുര്യോധനന് ഭയങ്കര ഒരു ആകാംക്ഷ, എങ്ങനെയാണ് അവരവിടെ താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു മെസ്സഞ്ചർ, ഒരു ദൂതനെ അങ്ങോട്ട് പറഞ്ഞയക്കണം ദ്വൈതവനത്തിലേക്ക്. ദ്വൈതവനത്തിലാണ് നമ്മുടെ പാണ്ഡവർ ഇങ്ങനെ ജീവിക്കുന്നത്. ഓക്കെ, the messenger returns and informs that Pandavas are really happy in the forest and they have the blessings of Guru. അപ്പോൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ മെസ്സഞ്ചർ പറയാണ് അവർ വളരെ സന്തോഷത്തിലാണ് അവിടെ ജീവിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഗുരുവിൻ്റെ ആശീർവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെയാണ് അവർ ജീവിക്കുന്നത്. സോ നോ ഡിസൈഡ് ഓർ സോറോ അഫക്റ്റഡ് ദം. അതുകൊണ്ട് തന്നെ ഒരു ചതിയോ ഒരു സങ്കടമോ ഒന്നും അവരെ തൊട്ടിട്ട് പോലുമില്ല, അതല്ലെങ്കിൽ അവരെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് പറയണം. The messenger also praised Pandavas more and more while criticizing his king his king Duryodhana for his wrongdoings. Sorry, two and കേട്ടോ. അപ്പോൾ നമ്മുടെ മെസ്സഞ്ചർ വീണ്ടും പാണ്ഡവന്മാരെ പുകഴ്ത്തി പറയും. അതേസമയം അയാളുടെ തന്നെ കിങ് ആയിട്ടുള്ള കൗരവരുടെ രാജാവായിട്ട് ദുര്യോധനനെ താഴ്ത്തി പറയും. അദ്ദേഹത്തിൻ്റെ റോങ് ഡൂയിങ്സിനെ കുറിച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് when the king hears that he raises his voice
വോയിസ് എഗെയിൻസ്റ്റ് മെസ്സഞ്ചർ ഇൻ ആങ്കർ. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ ചെലവിൽ ജീവിക്കുന്ന നീ എന്നെക്കുറിച്ച് പറയുമെന്ന് ചോദിച്ചിട്ട് ദേഷ്യം വരുന്നുണ്ട് കിങ്ങിന്. ദ കിങ് സെഡ് ഹിസ് മെസ്സഞ്ചർ ദാറ്റ് യു ഷുഡ് ജോയിൻ വിത്ത് ദ പാണ്ഡവാസ് ആൻഡ് ലീവ് ഇൻ ദ ഫോറസ്റ്റ്. നീ ഒരു കാര്യം ചെയ്യുക, പാണ്ഡവന്മാരുടെ കൂടെ പോയിട്ട് അവരുടെ കൂടെ ആ കാട്ടിൽ പോയി താമസിക്കുക എന്ന് പറയാണ്. ബിക്കോസ് എനിമീസ് ആർ ബെറ്റർ ദാൻ ദ ഫ്രണ്ട്സ് ഹു ആർ ജനറസ് ടുവാർഡ്സ് ദ എനിമീസ്. ഒരു മിത്രം ശത്രുക്കളോട് ദയയുള്ള മിത്രങ്ങളെക്കാൾ നല്ലത് ശത്രുക്കളാണെന്ന് പറയണം. അതായത് നിനക്ക് അവരോട് ദയയില്ല, അപ്പോൾ നിന്നേക്കാൾ നല്ലത് ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. ദ പോയം ഡസൻ സിംപ്ലി നറേറ്റ് ദിസ് ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഫ്രം ദ എപ്പിക്. ഇൻസ്റ്റെഡ് ദ പോയറ്റ് സൂപ്പർ ഇമ്പോസസ് ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ സെനാറിയോ ഓഫ് ദ 18th century കേരള ആൻഡ് സാറ്ററൈസസ് ബോത്ത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വനപർവ്വം എപ്പിക്കുന്ന ഒരു കാര്യം എടുത്ത് പറയാമെന്ന് മാത്രമല്ല, മറിച്ച് ആ സമയത്ത് 18ാം നൂറ്റാണ്ടിലെ സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെ കൂടിയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഇതിലൂടെ സംസാരിക്കുന്നത്. മാത്രമല്ല രണ്ടിനെക്കുറിച്ചും അദ്ദേഹം സാറ്ററൈസ് ചെയ്യുന്നുണ്ട്. ദുര്യോധന ഈസ് cast as a social king in Kerala with an army of Nair soldiers who are anything but valiant. അപ്പം ഇതിൽ നമ്മൾ ദുര്യോധനനെ ഒരു കേരളത്തിലെ ഒരു നായർ ആയിട്ടുള്ള കുറച്ച് സോൾജിയേഴ്സ് ഉള്ള ഒരു രാജാവായിട്ടാണ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഓദർ ഹ്യൂമറസ്ലി പോർട്രേസ് ഓൾ ദീസ് ഈവൻറ്റ്സ് വിത്ത് എ സീരിയസ് കൺസേൺ ടുവാർഡ് ദ സോഷ്യൽ സെനാറിയോ ഓഫ് കേരള. അപ്പോൾ വളരെ ഹ്യൂമറസ് ആയിട്ടാണ് ഇത് സംസാരിക്കുന്നതെങ്കിലും ആ സമയത്ത് കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥകളെക്കുറിച്ച് കൂടിയാണ് നമ്മുടെ ഓദർ സംസാരിക്കുന്നത്. സോ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ അവസാനിപ്പിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 19th one വരുന്നത് വൈ ഡിഡ് മാധവൻ ട്രീറ്റ് ദ കാരണവൻ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ മാധവന്, ഇന്ദുലേഖയിലെ മാധവന് കാരണവരെ അങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്, ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി ട്രീറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. സോ ഇന്ദുലേഖ ഈസ് എ ഫേമസ് നോവൽ ബൈ ഒ ചന്തുമേനോൻ. ഇതിലൊക്കെ സ്മോൾ ലെറ്റർ ആയിട്ട് പോയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇൻ ദ നോവൽ റാപ്പിഡ് വിത്തിൻ ദ ലവ് സ്റ്റോറി ഓഫ് ദ ഇന്ദുലേഖ ആൻഡ് മാധവൻ. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നോവലിനെ കുറിച്ച്. Chandu Menon exposes the importance of English education, argues for the need of changing the matrilineal family system prevalent in the Nair community, and makes a point regarding the immortality of the Sambandham and non-legal but accepted Sambandham. അവിടെ നോൺ ലീഗൽ ബട്ട് അക്സെപ്റ്റഡ് ഫോം ഓഫ് മാരേജ് ഡ്യൂറിങ് ദ ടൈംസ്. അങ്ങനെ മതി. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്, ഈ നോവലിൽ എന്താണ് എന്നാണ് പറയണത്. അപ്പോൾ നോവലിൽ നമ്മുടെ ചന്തുമേനോൻ അദ്ദേഹം എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ആ സമയത്ത് നായർ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് മാട്രിലിനിയൽ സിസ്റ്റം എന്ന് പറയുന്നത്, മാതാവിലൂടെ പിന്തുടർച്ച അവകാശം വരുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് എതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല സംബന്ധം എന്നുള്ള രീതിയിൽ ആ സമയത്ത് നിലനിന്നിരുന്ന ലീഗൽ അല്ല, പക്ഷേ ആ സമയത്ത് എല്ലാവർക്കും ഇടയിലും സ്വീകാര്യമായിട്ടുള്ളൊരു ഫോം ഓഫ് മാരേജ് ഉണ്ട്, അതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഒ ചന്തുമേനോൻ ഇതിൽ. ഓക്കെ, ഇനി ഇന്ദുലേഖ ദ ഹീറോയിൻ ഈസ് ഇൻ ലവ് വിത്ത് മാധവൻ ആൻഡ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹാൻസം യങ് മാൻ ഇൻ ദ ഫാമിലി. ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്, മാധവനും ഇന്ദുലേഖയും സ്നേഹത്തിലാണെന്ന് പറഞ്ഞു. ഇനിയാണ് നമ്മുടെ കാര്യത്തിലൂടെ വരുന്നത്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ നോവൽ മാധവൻ ഈസ് സീൻ റെബലിംഗ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് പഞ്ചു മേനോൻ, ദ ഹെഡ് ഓഫ് ദ ഫാമിലി, റിഗാർഡിംഗ് ദ എഡ്യൂക്കേഷൻ ഓഫ് ഷിന്നൻ, എ യങ് ബോയ് ഇൻ ദ ഫാമിലി. അപ്പോൾ തുടക്കത്തിൽ തന്നെ മാധവന് പഞ്ചുമേനോനോട് കയർത്ത് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെ എന്താണ് കാരണം, ഷിന്നൻ എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബത്തിലെ തന്നെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യവുമായിട്ടാണ് അവർ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് നമ്മുടെ നോവൽ തുടങ്ങുന്നത് തന്നെ. ആക്ച്വലി മാധവൻ വാണ്ടഡ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ഷിന്നൻ ബിക്കോസ് ഹി ന്യൂ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. യഥാർത്ഥത്തിൽ ഷിന്നനെ അവിടെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ മാധവൻ്റെ ആവശ്യം. കാരണം മാധവന് ശരിക്കും അറിയാം എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ വില എന്ന്. ബട്ട് ഹിസ് അങ്കിൾ റിജക്റ്റഡ് ഹിസ് റിക്വസ്റ്റ്. അപ്പം അങ്കിൾ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട. All other family members, including the mother of Shinnan, agrees to Karanavan, and that is പഞ്ചുമേനോൻ. അപ്പോൾ പഞ്ചുമേനോൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും യോജിച്ചു, ബാക്കിയുള്ള കുടുംബാംഗങ്ങളൊക്കെയാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ഷിന്നൻ്റെ അമ്മ പോലും. കുമ്മിണിയമ്മ, മദർ ഓഫ് ഷിന്നൻ, കുമ്മിണിയമ്മ കോമ മദർ ഓഫ് ഷിന്നൻ സെഡ് ടു മാധവൻ ദാറ്റ് ഇഫ് യു വാണ്ട് ടു ടേക്ക് സമ്മൺ ടു എഡ്യൂക്കേഷൻ യു ക്യാൻ ടേക്ക് ഹിസ് എൽഡർ ബ്രദേഴ്സ് ഗോപാലൻ ആൻഡ് ചത്തര. നീ ഒരു കാര്യം ചെയ്യുക, ആരെങ്കിലും കൊണ്ട് പഠിപ്പിക്കണം എന്നല്ല നിനക്കുള്ളൂ, ഒരു കാര്യം ചെയ്യുക, അവരുടെ ഷിന്നൻ്റെ വലിയ ഏട്ടന്മാരായിട്ടുള്ള ഗോപാലനെയും അതുപോലെ തന്നെ ചത്രയും നീ കൊണ്ടുപോയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തു എന്ന് പറയണം. മാധവൻ റിപ്ലൈ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഫെയർ ഫോർ ഗോപാലൻ ആൻഡ് ചത്തര ടു ഗെറ്റ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ദിസ് ഏജ്, ബട്ട് ഫോർ ഷിന്നൻ ഇറ്റ് ഈസ് എ റൈറ്റ് ടൈം ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. അപ്പം ഇവർ രണ്ടാൾ ഓൾറെഡി വലുതായി കഴിഞ്ഞു, ഇനിയിപ്പോൾ അവർക്ക് വലിയ രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ചെറിയ കുട്ടിയായിട്ടുള്ള ഷിന്നനാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്, അതാണ് കൃത്യത്തിൽ അവൻ്റെ സമയം എന്ന് പറയണം.
All other family members tried to convince Madhavan that you should obey what your uncle is saying. എല്ലാവരും പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, അമ്മാവൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യും. ആൾസോ ഹീ ഈസ് ദ വൺ ഹൂ പെയ്ഡ് ഓൾ ദ എക്സ്പെൻസസ് ഫോർ യുവർ എഡ്യൂക്കേഷൻ. മാത്രമല്ല അയാൾ കാരണമാണല്ലോ നീ ഇപ്പോൾ ഇത്രയും പഠിച്ച നിലയിലെത്തിയത്, അയാൾ കാരണമാണല്ലോ, അല്ലെങ്കിൽ അയാളാണല്ലോ നിനക്ക് വേണ്ടിയിട്ടല്ലോ എല്ലാ ചിലവും വഹിച്ചതെന്ന് പറയണം. ബട്ട് മാധവൻ റിജക്റ്റഡ് ദാറ്റ് ബിക്കോസ് that by saying that അവിടെ because വേണ്ടേ all the money spent upon my education was taken from the wealth of our family and I have never required that വലിയ മാമൻ spent even a single coin that he has earned from his own toils. അപ്പോൾ അതിനവിടെ ഒന്ന് നമ്മുടെ ഡബിൾ അതൊന്ന് സോറി. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ പഠിച്ചത് എന്താണോ, ഞാൻ എന്തൊക്കെയാണോ എനിക്കിതുവരെ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ കുടുംബത്തിൻ്റെ സ്വത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ പഞ്ചമേയോൻ അതല്ലെങ്കിൽ വലിയമ്മാമൻ സ്വന്തം പണിയെടുത്തിട്ടുള്ള ഒരു സിംഗിൾ പെന്നി പോലും എനിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. മാധവൻ ആൾസോ വണ്ടേഴ്സ് വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇഫ് വൺ കനോട്ട് റൈസ് ഹിസ് വോയ്സ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. അപ്പോൾ ഇവിടെ ഒരു ഇൻജസ്റ്റിസ് ആണ് നടക്കുന്നത്, അനീതിയാണ്. കുമ്മിണിയമ്മയും അവരുടെ മക്കളെയും എപ്പോഴും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എഡ്യൂക്കേഷൻ എന്ന് പോലും അദ്ദേഹം വണ്ടർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യൻ, ഗോവിന്ദൻകുട്ടി ഈസ് എ സിന്നർ, വാട്ട് മേഡ് ഹിം തിങ്ക് സോ? അപ്പം നമ്മുടെ ഗോവിന്ദൻകുട്ടി ആലോചിക്കുകയാണ് ഞാനൊരു പാപിയാണ്. എന്താണ് അയാൾ അങ്ങനെ ആലോചിക്കാൻ കാരണം? ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ലളിതാംബിക അന്തർജനം. ദ സ്റ്റോറി മനുഷ്യപുത്രി, അതിൻ്റെ മലയാളമാണ്. ഒരു ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി റെപ്രസെൻറ്റ്സ് ആൻ ഏജ് ഓഫ് ട്രാൻസിഷൻ ഇൻ ദ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിലെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യപുത്രി എന്നുള്ള കഥ സംസാരിക്കുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ആഫ്റ്റർ ദ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഹാഡ് ഇനാക്റ്റഡ് ദ ലാൻഡ് റീഫോംസ് ഇൻ 1959 വിച്ച് വർ എഫക്റ്റീവ്ലി പുട്ട് ആൻ എൻഡ് ടു ദ ജന്മി സിസ്റ്റം. 1959 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു കഥ എഴുതുന്നത്. ഓക്കെ, in the story she raises the difficult question of what would happen to the women in the നമ്പൂതിരി households that were breaking up. അപ്പം ജന്മികൾക്കെതിരെയാണ് മെയിനായിട്ട് സമരവും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് ഈ നമ്പൂതിരി ഹൗസ് സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ അവർ ഇതിലൂടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. കുഞ്ഞാത്തോളമ്മ, എ വുമൻ ഫ്രം എ നമ്പൂതിരി ഹൗസ് ഹോൾഡ് വിസിറ്റ്സ് ഗോവിന്ദൻകുട്ടി എ മിനിസ്റ്റർ വിത്ത് എ സ്മോൾ പ്രയർ. ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കുഞ്ഞാത്തോളമ്മ നമ്മുടെ ഗോവിന്ദൻകുട്ടിയെ സമീപിക്കുന്നതാണ് പറയുന്നത്. മദർ ഓഫ് ഗോവിന്ദ്, അതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുക്കണം. മദർ ഓഫ് ഗോവിന്ദൻകുട്ടി ഡൈഡ് വെൻ ഹി വാസ് വെരി സ്മോൾ. ചെറുപ്പത്തിൽ തന്നെ ഗോവിന്ദൻകുട്ടിയുടെ അമ്മ മരിച്ചു. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് കുഞ്ഞാത്തോൾ ഹു ഗേവ് ഹിം ഫുഡ് ആൻഡ് സീക്രറ്റ്ലി ഗേവ് ഹിം മണി ആൻഡ് ഓഫറിങ്സ് ടു ദ ഗോഡ്. അപ്പോൾ ആരും അറിയാതെ കുറേ ഫുഡും അതുപോലെ തന്നെ മണിയും പിന്നെ പ്രസാദവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദൻകുട്ടിക്ക് നൽകിയിരുന്നത് ഇവരാണ്. ഷീ ആൾസോ ഗേവ് ചാരിറ്റി ആൻഡ് ഫുഡ് ടു അതേഴ്സ് വൈൽ ഷീ വാസ് ടേക്കിംഗ് ഫാസ്റ്റ്. അപ്പോൾ അവർ സ്വയം ഉപവാസം എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുക, ദാനം കൊടുക്കുക, ഇതൊക്കെയായിരുന്നു അവരെപ്പോഴും ചെയ്തിരുന്നത്. ദേ വർ ഫോർ ഹെർ എ നെസസറി പാർട്ട് ഓഫ് ഹെർ എവറി ഡേ ലൈഫ്. ദിവസത്തിൻ്റെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ എല്ലാ ദിവസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിരുന്നു അവർക്കത്, അല്ലാതെ വലിയ എന്തോ കാര്യം പോലെ ഒന്നും ആയിരുന്നില്ല. ഷീ സീംഡ് ടു എക്സിസ്റ്റ് ഇൻ ഓർഡർ ടു ഗീവ്. കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരാൾ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. എവ്രി വൺ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ആൻഡ് ലോവർ കാസ്റ്റേഴ്സ് ടുക്ക് വാട്ട് എവർ ഷീ ഗേവ് അൺക്വസ്റ്റ്യനിങ്ലി ആസ് ഇഫ് ദേ ഹാഡ് എ റൈറ്റ് ടു ഇറ്റ്. അവിടെ ആൻഡ് വേണ്ട. അപ്പോൾ എല്ലാവരും, മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ലോവർ കാസ്റ്റ് പീപ്പിൾ ആണെങ്കിലും ഒക്കെ അവർക്കതിൽ അവകാശം ഉണ്ടെന്നുള്ള രീതിയിൽ അവരെല്ലാം അവർ കൊടുത്തതൊക്കെ സ്വീകരിച്ചു. നൗ ഷീ കെയിം ടു ഗോവിന്ദൻകുട്ടി ടു asking help to her elder son Unni, who is bedridden for the last 8 years. 8 വർഷമായിട്ട് അസുഖം മൂലം കിടപ്പിലായിട്ടുള്ള വലിയ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് ഇപ്പോൾ അവർ വന്നിട്ടുള്ളത്. ഉണ്ണി ഹാസ് എ ഡോട്ടർ ഓൾഡ് ഇനഫ് ടു ബി മാരീഡ് ആൻഡ് എ സ്മോൾ ബോയ്. പിന്നെ അവർക്കാണെങ്കിൽ ഒരു കെട്ടിച്ചയക്കാൻ പാകമായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ചെറിയ ആൺകുട്ടിയുണ്ട്. ഷീ ഓൾസോ റിക്വസ്റ്റ് ഗോവിന്ദൻകുട്ടി ഓക്കെ to help മതി help her send that child to a school. She also requests ഗോവിന്ദൻകുട്ടി to help her for sending that child to school. അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ കുട്ടിയെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സംസാരിച്ചു. so that he would at least get a meal at noon. അപ്പോൾ ഉച്ചനേരത്തെ ഒരു ഭക്ഷണമെങ്കിലും അവന് കിട്ടുമല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ സ്കൂളിൽ അയക്കണം.
ദ ഇല്ലം ഹാസ് റൂയിൻഡ് ആൻഡ് യങ്ങർ സൺ ഫിനിഷ്ഡ് ഹിസ് സ്റ്റഡീസ് ആൻഡ് ട്രൈഡ് ടു ഫൈൻഡ് എ ജോബ് ബട്ട് ഹി ഡിഡ്ന്റ് ഫൈൻഡ് വൺ. ഇല്ല ആണെങ്കിൽ ഇപ്പോൾ ആകെ തകർന്നു പോയി. ചെറിയ കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച്, പക്ഷേ അവന് കിട്ടിയില്ല. വെൻ ഗോവിന്ദൻകുട്ടി ഹേർഡ് ഓൾ ദീസ് ഹി വാസ് ഷോക്ക്ഡ് ദാറ്റ് അന്നപൂർണേശ്വരി ഹെർസെൽഫ് ഷുഡ് ഹാവ് ടു ബെഗ് ആണ്, ബെഡല്ല, ബെഗ് ഫോർ ആൻ ആഫ്റ്റർനൂൺ മീൽ ഫോർ ഹെർ ലിറ്റിൽ ഗ്രാൻഡ് സൺ. ഇത്രയും കൊടുത്തിട്ടുള്ള ഇവർക്കാണോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്? ഹി ഫെൽറ്റ് ഹിംസെൽഫ് ആസ് എ സിന്നർ. അവൻ സ്വയം ഒരു സിന്നറായിട്ട് തോന്നി. ബിക്കോസ് ഹി ആൾസോ ഷൗട്ടഡ് സ്ലോഗൻസ് അഗെയിൻസ്റ്റ് അപ്പർ ക്ലാസ് പീപ്പിൾ ആൻഡ് ദെയർ ഡൊമിനേഷൻ. ജന്മികൾക്കെതിരെയൊക്കെ ഞാനും സ്ലോഗൻ വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. മാത്രമല്ല എന്നെ അത്രയും നോക്കിയൊരു വ്യക്തിയാണ് ഇവർ. അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് കുറ്റബോധം തോന്നി. നെക്സ്റ്റ് നമ്മുടെ റെയിൻ അറ്റ് നൈറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. മൈ ഫ്രണ്ട് ഐ ടു ആം ലൈക്ക് യു റെയിൻ അറ്റ് നൈറ്റ്. വാട്ട് മേക്സ് ദ പോറ്റ് ഐഡൻറ്റിഫൈ ഹെർസെൽഫ് വിത്ത് ദ റെയിൻ അറ്റ് നൈറ്റ്. അപ്പോൾ ഞാനും നിന്നെപ്പോലെയാണ് രാത്രിമയോട് പറയുന്നുണ്ട് സുഗതകുമാരി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയണത്. റെയിൻ അറ്റ് നൈറ്റ് ഈസ് എ ഫേമസ് പോയം ബൈ സുഗതകുമാരി. രാത്രിമായ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ആസ് ഇറ്റ് ഈസ് എ റൊമാൻറ്റിക് പോയം ജക്സ്റ്റാപ്പോസിങ് എ സഡൻ ഡൗൺപോർ വിത്ത് ദ കൺഫൈൻമെൻറ്റ് ഓഫ് ദ നരേറ്റർ ഇൻ എ സാനറ്റോറിയം ബെഡ്. അതിൽ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ജസ്റ്റ് പോയതിനെ കുറിച്ച് പറയുകയാണ്. ആസ് ദ നരേറ്റർ ഈസ് ഹിയറിംഗ് വിത്ത് സ്കോച്ചിങ് illness and struggling with the agony, the nitrate pacifically comes to her gloomy sick bed. അപ്പം ഇതിലൊക്കെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ സാനറ്റോറിയം ബെഡിൽ കിടക്കുന്ന രോഗശയ്യയിൽ കിടക്കുന്ന നമ്മുടെ ഓദർ അടുത്തേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഒരു കൂട്ടുകാരിയെ പോലെ, ഒരു പരിചയക്കാരിയെ പോലെ നമ്മുടെ നൈട്രെയിൻ വരുന്നതിനെ കുറിച്ചാണ്. The narrator not only addresses the rain as a comforting acquaintance but also identifies herself with the rain. അപ്പോൾ ഒരു നല്ലൊരു പരിചയക്കാരിയെ പോലെ, നല്ലൊരു കൂട്ടുകാരെ പോലെ മാത്രമല്ല, ഞാൻ സ്വയമാണ് ആ റെയിൻ എന്ന് പോലും തോന്നിപ്പോവുകയാണ് നമ്മുടെ ഓതർക്ക്. The tone of the poem is one of unhappiness and hopelessness. സ്വാഭാവികമായിട്ടും രോഗശൈലിയിൽ കിടക്കുന്ന ഒരു വ്യക്തി എഴുതുന്നുള്ള നിലയിൽ തന്നെ അതിന് ടോൺ ഓഫ് പോയം ഈസ് ഹോപ്പ്ലെസ്നെസ്. ഓക്കെ, ഇനി ദ റെയിൻ അപ്പിയേഴ്സ് ലൈക്ക് ദ യങ് മാഡ് വുമൺ വീപ്പിംഗ്, ലോഫിംഗ്, വിംബറിംഗ്, മട്ടറിംഗ് വിത്തൗട്ട് എ സ്റ്റോപ്പ് ആൻഡ് സിറ്റിംഗ് ഹഡൽഡ് അപ്പ് ടോസിംഗ് ഹെർ ലോങ് ഹെയർ. പോയതിൻ്റെ തുടക്കത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. കരയുന്ന, ചിരിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന, തേങ്ങുന്ന, മുറുമുറുക്കുന്ന, അങ്ങനെ ആകെ കൂനുകൂടി മുടിയിട്ട് ആകെ ഉലക്കുന്ന ഒരു ഭ്രാന്തിയാം യുവതിയെ പോലെയാണ് നമ്മുടെ മഴയെ നമ്മുടെ ഓതർക്ക് തോന്നുന്നത്. ഓക്കെ, മാത്രമല്ല ഷീ അഡ്രസ്സസ് റെയിൻ ആസ് എ പെൻസി ഡോട്ടർ ഓഫ് ദ ഡസ്കി നൈറ്റ്. അപ്പം ഇതിൽ പറയുന്നത്, മലയാളം ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഇരവിൻ്റെ ഗിന്നയാം പുത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വളരെ ഗിന്നയായിട്ടുള്ള ഒരു പുത്രിയെ പോലെയാണ് നമ്മുടെ നൈട്രെയിനെ അഡ്രസ്സ് ചെയ്യുന്നത്. വൺസ് നൈട്രെയിൻ വാസ് എ വിറ്റ്നസ് ടു ഹെർ ലവ്, ലള്ളഡ് ഹെർ ടു സ്ലീപ്പ്, ഗിവിങ് ഹെർ ജോയ് മോർ ദാൻ ദ മൂൺ ലൈറ്റ് ഡിഡ്. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ കവയത്രിയുടെ സ്നേഹത്തിൻ്റെ സാക്ഷിയായിട്ട് താരാട്ട് പാടി ഉറക്കിയിട്ടുള്ളായിരുന്ന പൂർണ്ണചന്ദ്രനേക്കാൾ അവർക്ക് സന്തോഷം നൽകിയ ഒന്നായിരുന്നു നൈട്രെയിൻ. ആൻഡ് നൗ നൈട്രെയിൻ ഈസ് എ വിറ്റ്നസ് ടു ഹെർ ഗ്രീഫ് ഇൻ ഹെർ സ്വെൽട്ടറിംഗ് ബെഡ് ഓഫ് സിക്നസ്. അപ്പോൾ ഇന്നാണെങ്കിൽ അവർക്കാണെങ്കിൽ ഈ ഒരു രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവരുടെ മുഖസാക്ഷിയായിട്ട് നമ്മുടെ നൈട്രെയിൻ വന്നിട്ടുണ്ട്. ടു ദ റെയിൻ ഷീ സേസ് ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ മ്യൂസിക് കൈൻഡ് ആൻഡ് സാഡ്. എനിക്ക് മനസ്സിലാവും നിൻ്റെ മ്യൂസിക്, അത് വളരെ സങ്കടകരമാണ്, വളരെ ദയുള്ളതാണ്. ഐ ക്യാൻ റിയലൈസ് യുവർ പിറ്റി ആൻഡ് യുവർ സപ്രൈസ്ഡ് റേജ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിൻ്റെ പിറ്റിയും നിന്നെ അടക്കി വെച്ചിട്ട് നിൻ്റെ രോഷവും കാര്യങ്ങളൊക്കെ. യു കം ഇൻ ദ നൈറ്റ്, യു സോബ് ആൻഡ് വീപ്പ് വെൻ ആൾ അലോൺ ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡൗൺ യു വൈപ്പ് യുവർ ഫേസ് ആൻഡ് ഫോഴ്സ് എ സ്മൈൽ ലൈക്ക് യു ആർ പുട്ടിങ് ഓൺ ആൻ ആക്ട്. അപ്പോൾ നീ രാത്രി വന്നിട്ട് ഇവിടെ വന്നിട്ട് കരയും, ആകെ തേങ്ങിക്കരഞ്ഞാകതാവും. രാത്രിയാണ്, അപ്പോൾ ആരുമില്ല. വെൻ ആൾ അലോൺ, എല്ലാവരും ഇല്ലാത്ത സമയത്താണത്. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡോൺ, ഇനി പ്രഭാതമായാലോ, യു വൈപ്പ് യുവർ ഫേസ്, നിൻ്റെ മുഖം നീ തുടച്ചിട്ട് നീ ഒരു സ്മൈല് നിൻ്റെ മുഖത്ത് വരുത്തും, നീ ഒരു ആക്ട് ചെയ്യുന്നത് പോലെ തന്നെയുണ്ട്. അറ്റ് ലാസ്റ്റ് യു ഷേസ് ദാറ്റ് മൈ ഫ്രണ്ട് ഐ ടു ആം ലൈക്ക് യു റെയിൻ അറ്റ് നൈറ്റ്. അപ്പോൾ അവസാനം നമ്മുടെ ഓദർ പറയാണ്, ഞാനും നിന്നെപ്പോലെയാണ് എന്ന് പറയാണ്. ദസ് ദ ഓദർ ഐഡൻറ്റിഫൈസ് ഹെർസെൽഫ് ആസ് എ റെയിൻ ഇൻ ദ നൈറ്റ്. അത് നിർത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം കൂടെ പറയണം. ഇവിടെയൊക്കെ നമ്മുടെ ഒരു പാട്രിയാർട്ടിക്കൽ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വുമണിനെ പോലെയാണ് ഇതിൽ റെയിന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല റെയിനിനെ പോലെ നമ്മുടെ കവയത്രിയും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്, രാവിലെ ആയാൽ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ കണ്ണീരെ തുടച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഞാനത് വിട്ടുപോയതാണ്. ഓക്കെ,
So this is the answer for that question. In the next question, what significant change that film music in Malayalam brought about according to VC Harris? നമ്മുടെ VC ഹാരിസ് പറയുന്നുണ്ട് മ്യൂസിക്കിനെ കുറിച്ച്, ഫിലിം മ്യൂസിക്കിനെ കുറിച്ച്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ചലച്ചിത്ര ഗാനം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. 50 years of Malayalam cinema is an essay by VC Harris. In this essay, VC Harris traces the history of 50 years of Malayalam cinema, beginning with നീലക്കുയിൽ and ending with പാടം ഒന്ന് ഒരു വിലാപം. തുടക്കം നീലക്കുയിലിൽ തുടങ്ങി പാടം ഒന്ന് ഒരു വിലാപം എന്നുള്ള സിനിമയിൽ എത്തി നിൽക്കുന്ന 50 വർഷങ്ങൾ, മലയാള സിനിമയുടെ 50 വർഷങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ദ ഒപ്റ്റിമിസം ഇൻ ദ 1950s സ്ലോലി ഗേവ് വേ ടു, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ്. ആ പാരഗ്രാഫ് ഇൻട്രൊഡക്ടറി ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. It is easy to see that the forms and traditions of music that prevailed in Kerala till the dawn of 20th century were more or less community or region specific. അപ്പോൾ പണ്ട് കാലത്ത്, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ആരംഭം വരെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും കമ്മ്യൂണിറ്റികളിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഗാനങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. There was no particular musical tradition that all the people of Kerala, or at least a large majority of the people, regardless of the community, caste and regional differences, could listen to, appreciate and enjoy. അപ്പോൾ ഒരിക്കലും തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അതല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുപോലെ കേട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക്കൽ ട്രഡീഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഹാഡ് ആക്സസ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മ്യൂസിക്. ഇപ്പോൾ ട്രൈബൽസ് ആണെങ്കിൽ വേറെ മ്യൂസിക്, അതല്ലെങ്കിൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ വേറെ മ്യൂസിക്, അങ്ങനെ ആയിരുന്നു. ആൾ ദീസ് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ദ ഫിലിം മ്യൂസിക് വിത്ത് ഇറ്റ്സ് പ്രയോറിറ്റി ഇൻ തിയേറ്റർ മ്യൂസിക് ആൻഡ് അതർ സച്ച് പ്രാക്ടീസസ്. അപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലോട്ട് എത്തുന്നത് നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ വന്നതിന് ശേഷം ഒരു വലിയ മാറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദിസ് വാസ് വൺ കൈൻഡ് ഓഫ് മ്യൂസിക് ദാറ്റ് എവ്രി വൺ ഹാഡ് ആക്സസ് ടു ആൻഡ് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് മ്യൂസിക് ദാറ്റ് സോ ടു അഡ്രസ് ഡൈവേഴ്സ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരെയും ഒരുപോലെ അഡ്രസ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ സംവിധാനമായിരുന്നു ചലച്ചിത്ര ഗാനങ്ങൾ. ഇൻ ഫോമൽ ടേംസ് ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ആൻ അപ്പാരൻ്റ്ലി ഇലക്ട്രിക് കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഡ്രോൺ ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ് ഫോർ ക്ലാസിക്കൽ ആൻഡ് അതേഴ്സ്. അപ്പം നമുക്കറിയാം ഇത് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഫിലിം മ്യൂസിക് ഉണ്ടാക്കിയിട്ടുള്ളത് പല ഭാഗത്തിൽ നിന്നും ഓരോ എലമെൻറ്റ്സ് ബോറോ ചെയ്തിട്ടാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫോക്ക് മ്യൂസിക്, നമുക്കറിയാം നാടോടി, അത് ഇത് അങ്ങനെ ഒരുപാട് മ്യൂസിക് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എലമെൻറ്റ്സ് എടുത്തിട്ടാണ് ഇങ്ങനെയുള്ളൊരു ട്രഡീഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ദ ഫിലിം മ്യൂസിക് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള സ്പെസിഫിക്കലി ഹാസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ആൻഡ് promoted the construction of a public sphere, a space where all kinds of people can come together and share a common experience and chart out a common agenda for life today and tomorrow. അപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ചലച്ചിത്ര ഗാനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ വന്ന് നിന്ന് കേട്ട് ആസ്വദിച്ച് എല്ലാവർക്കും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പബ്ലിക് സ്ഫിയർ തന്നെ അവരുണ്ടാക്കിയെടുത്തു. സോ ദാറ്റ് ഈസ്. ഇനി 23rd ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് മിത്സ് ആൻഡ് ലെജൻഡ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ ഓവർ ദ ഇയേഴ്സ്? അപ്പോൾ എന്താണ് നമ്മുടെ ഐതിഹ്യങ്ങളുടെയും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ മിഥ്യാധാരണകളുടെയൊക്കെ റോള് ഈ ലിറ്ററേച്ചറിൽ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മിത്ത് ആൻഡ് ലിറ്ററേച്ചർ ബൈ M.T. വാസുദേവൻ നായർ ഈസ് എൻ എക്സെപ്റ്റ് ഫ്രം ദ കളക്ഷൻ ഓഫ് സ്പീച്ചസ്, വാക്കുകളുടെ വിസ്മയം. ഓക്കെ. According to M.T., literature has always been affected by the history, geography, myth, and the provisional wisdom of the place of its origin. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും സാഹിത്യത്തിന് എപ്പോഴും ചരിത്രത്തിൻ്റെയും ജിയോഗ്രഫിയുടെയും അതുപോലെ തന്നെ ഐതിഹ്യത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. വൺ ഓഫ് ദ ബുക്സ് ദാറ്റ് ഈസ് സോൾഡ് മോസ്റ്റ് ഇൻ കേരള ഓവർ സെവറൽ ഡീക്കേഡ്സ് ഐതിഹ്യമാല, an 8 വോളിയം ബുക്ക് വിച്ച് ഈസ് എ കമ്പൈലേഷൻ ഓഫ് റീജിയണൽ ലെജൻഡ്സ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഐതിഹ്യമാല. ഐതിഹ്യമാലത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരുപാട് റീജിയണൽ ലെജൻഡ്സ് ഉണ്ട്. അതിൽ ദ ജനസിസ് ഓഫ് കേരള ഇറ്റ് സെൽഫ് ഈസ് ലിങ്ക്ഡ് ടു എ മിത്ത് ഓഫ് പരശുരാമൻ. നമുക്കറിയാം കേരളത്തിൻ്റെ ഉൽപ്പത്തി തന്നെ പരശുരാമൻ്റെ ഒരു മിത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ദ സീ റിട്രീറ്റഡ് ഫ്രം വേർ ദ ആക്സ് ഹാഡ് ഫാളൻ ഗിവിംഗ് അപ്പ് ദാറ്റ് പീസ് ഓഫ് ലാൻഡ് ടു പരശുരാമൻ ആൻഡ് ദിസ് സ്പേസ് ഓഫ് ലാൻഡ് കെയിം ടു ബി നോൺ ആസ് കേരള. ആ പരശുരാമൻ മഴ എറിഞ്ഞ സ്ഥലത്ത് നിന്ന് കടൽ പിൻവാങ്ങി ആ ഒരു ഏരിയയാണ് പിന്നീട് കേരളം എന്നുള്ള നാമകരണത്തിലോട്ട് വന്നത്. കേരളോൽപ്പത്തി ആൻ ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഓൺ കേരള ഹിസ്റ്ററി കൺസിഡേർഡ് ദ സ്റ്റോറി ക്രെഡിബിൾ. അപ്പോൾ കേരളോൽപ്പത്തി എന്നുള്ള പുസ്തകത്തിൽ ഈ ഒരു സ്വീകാര്യമായ നിലയിൽ ഈ ഒരു കഥ പറയുന്നുണ്ട്. അവർ ഫേമസ് പോയറ്റ് ബാലാമണി അമ്മ പെർസീവ്സ് ആക്ഷൻ ഓഫ് ഹേളിംഗ് ദ ആക്സ് ആണ് ആക്സ് ആസ് ആൻ എപ്പിറ്റോം ഓഫ് സാക്രിഫൈസ്. ആ മഴ എറിയുന്നതിനെ ഒരു എപ്പിറ്റോം ഓഫ് സാക്രിഫൈസ്, അതായത് ത്യാഗത്തിൻ്റെ അങ്ങേയറ്റമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ബട്ട് മലയാളം ഫിക്ഷൻ റൈറ്റേഴ്സ് ആർ നോട്ട് ഡ്രോൺ ബൈ ദ മിത്ത് ഓഫ് പരശുരാമൻ. പക്ഷേ പരശുരാമൻ്റെ മിത്തിൽ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ആളുകളായിരുന്നു ഫിക്ഷൻ റൈറ്റേഴ്സ് മലയാളത്തിലെ. ഇനി ചെമ്മീൻ, ദ ഫേമസ് നോവൽ ഓഫ് തകഴി ശിവശങ്കര പിള്ള ഈസ് ആൾസോ ബേസ്ഡ് ഓൺ എ മിത്ത്. സീ ഗോഡസ് ഈസ് എ മെറ്റേണൽ ഫിഗർ ഹു ലുക്സ് ആഫ്റ്റർ ദ മെൻ ഹു ആർ ഔട്ട് ഇൻ ദ സീ ഫിഷിംഗ് ആൻഡ്
എക്സ്പെക്ട്സ് വുമൺ ഫോക്ക് ടു ലീവ് എ ടൈൻലെസ് ലൈഫ് വൈൽ ദേ ആർ ടോയിലിംഗ് ഇൻ ദ സീ. അപ്പം നമുക്കറിയാം ഇതേപോലെ ജമീനിലൊരു മിത്താണ്, സ്ത്രീകളെപ്പോഴും നല്ല രീതിയിൽ വഞ്ചന ഒന്നും ചെയ്യാതെ ജീവിക്കണം, അല്ലെങ്കിൽ വഞ്ചന ചെയ്താൽ അവരുടെ ഭർത്താവിൻ്റെ ലൈഫ് ഗോഡസ് എടുക്കും, സോ ഈ ഗോഡസ് എടുക്കുന്നു. ഇഫ് ദേ സബ്മിറ്റ് ടു എനി കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻസ് ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി ദ സീ ഗോഡസ് പണിഷസ് ദം ടേക്കിംഗ് അവേ ദ ലൈഫ്സ് ഓഫ് ദെയർ മെൻ. നമുക്കറിയാം അവർ modernist ആണ്. Literatures make use of regional folktales in their fiction and these legends in their hands acquire the status of parables and allegories. അപ്പം നമ്മുടെ ഇന്നത്തെ ആധുനികമായിട്ടുള്ള സാഹിത്യകാരന്മാരാണൊക്കെ ഇതുപോലെയുള്ള മിത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊരു കെട്ടുകഥകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ പറയുന്നത്. OV വിജയൻ, കോവിലൻ, NP മുഹമ്മദ് ഹാവ് സക്സസ്ഫുള്ളി ഇൻകോർപ്പറേറ്റഡ് ദീസ് ഇൻ ടു ദെയർ വർക്ക്സ്. ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. ദീസ് പീപ്പിൾ ആർ ടാസ്ക്ഡ് വിത്ത് ദ റീഡിസ്കവറി ഓഫ് ദ പാസ്റ്റ് വിച്ച് ഈസ് സീംലെസ്ലി ബ്ലെൻഡ് വിത്ത് ദ പ്രസൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണോ പ്രസൻറ്റിനെയും പാസ്റ്റിനെയും വേർതിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ് ഇവർക്കൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യാം.